മദ്യം വിളമ്പുന്ന ഹോട്ടലുകൾ, വിമാനങ്ങൾ എന്നിവിടങ്ങളിലെ ഭക്ഷണം കഴിക്കുന്നതിൽ തെറ്റുണ്ടോ? എമിറേറ്റ്സ് പോലുള്ള വിമാന കമ്പനികൾ മദ്യം നൽകുന്നു. 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കേണ്ടി വരാറുണ്ട്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട്. എങ്കിൽ അത് തെറ്റാണോ എന്നാണ്. ഇത് വളരെയേറെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. മദ്യം വിളമ്പുന്ന ഒരുപാട് സദസ്സുകൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ മാത്രം, സൂക്ഷ്മത പുലർത്തിയാൽ മാത്രം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നിടത്താണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഒരു സൽക്കാരം തന്നെ, നമ്മൾ ക്ഷണിക്കപ്പെട്ട ഒരു സൽക്കാരം ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണ് എങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് മദ്യം വിളമ്പുന്നുണ്ടാകും. അല്ലെങ്കിൽ ആ ഒരു സദസ്സിൽ തന്നെ അതൊരു മുസ്ലിമിൻ്റെ ഒരു സൽക്കാരമല്ല എങ്കിൽ അതിൽ തന്നെ മദ്യം വിളമ്പുന്നുണ്ടാകും. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അതിലേക്ക് പോകാതിരിക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടുന്നത്. എന്നാൽ വിമാനയാത്ര നമുക്ക് ഒരു അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ യാത്രയിൽ നമുക്ക് ഇന്ന കാറ്റഗറിയിലുള്ള സ്ഥാപനത്തിൽ ഹോട്ടലിലെ റൂം എടുക്കാവൂ എന്നുള്ള പല നിയമങ്ങളും പല രാജ്യങ്ങളും വെക്കുന്നുണ്ട്. ആ ഹോട്ടലുകളുടെ അവസ്ഥ നോക്കുമ്പോൾ അതിൽ എന്തുണ്ടാകും? മദ്യം വിളമ്പുന്ന അവസ്ഥയുണ്ടാകും. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്നതാണ്. ഒന്ന്, ഇത്തരം മദ്യം വിളമ്പാത്ത ഫ്ലൈറ്റുകളുണ്ട്. അവ അല്ലെങ്കിൽ തീരെ ഭക്ഷണം അലോട്ട് ചെയ്യാത്ത ഫ്ലൈറ്റുകളും ഉണ്ട്. ഇത്തരം ഫ്ലൈറ്റുകളിലുള്ള യാത്ര നമ്മൾ അതിന് കൂടുതൽ സ്ഥാനം നൽകുക, അതിന് കഴിയുമെങ്കിൽ അങ്ങനെയാക്കുക. അപ്പോൾ സൗദി അറേബ്യയുടെ അതൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മദ്യം വിളമ്പുന്നില്ല. നമുക്ക് സൗദി ഫ്ലൈറ്റുകളുള്ള സ്ഥലങ്ങളിൽ, സൗദി എന്ന് പറഞ്ഞ ഒരു രാജ്യത്തോടുള്ള പ്രത്യേകമായൊരു ഭ്രമം കൊണ്ട് പറയുകയല്ല, അവരത് ചെയ്യുന്നില്ല എന്നതുകൊണ്ടാണ്. നാളെ അവരത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒഴിവാക്കേണ്ടി വരും. അപ്പോൾ ഈ രൂപത്തിൽ അവ ഇല്ലാത്ത, അഥവാ മദ്യം വിളമ്പാത്ത ഫ്ലൈറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, യാത്രയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുക എന്നതാണ്. അതേപോലെ തന്നെ ഇത്തരം ഹോട്ടലുകളിൽ തങ്ങേണ്ടി വരുന്ന സമയത്ത് അതിൻ്റെ ഭക്ഷണ ഹാളുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ, കാരണം അവിടെ മദ്യം വിളമ്പുന്നതുണ്ട്. നമ്മളിവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് കുപ്പി വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഒഴിച്ച് കുടിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന രൂപത്തിലാണെങ്കിൽ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതല്ല, അങ്ങനെ ഇല്ല എങ്കിൽ അവിടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. ഇതുള്ള ഒരു ഹോട്ടലിലാണ് നമുക്ക് താമസിക്കേണ്ടി വന്നത്, നമ്മുടെ സ്വമേധയല്ല, നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടല്ല അങ്ങനെ താമസിക്കേണ്ടി വന്നത് എങ്കിൽ നമ്മൾ ഭക്ഷണം റൂമിലേക്ക് മാറ്റുക. നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാമല്ലോ. ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കുന്ന സൗകര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ഇത്തരം സൗകര്യങ്ങളും സംവിധാനങ്ങളും ഉപയോഗിക്കുക എന്നതല്ലാതെ നാട്ടുനടപ്പ് അങ്ങനെയാണ് എന്നതുകൊണ്ട് ഇനി അതിലേക്ക് കൂടുക എന്നത് ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല എന്നത് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉള്ള ആധുനികരായ പണ്ഡിതന്മാരുടെയൊക്കെ ഫത്വകൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ ആ വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് തന്നെ പറഞ്ഞത് കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ കഴിയുന്നത്ര ശ്രദ്ധിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ. ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ അവസാന കാലഘട്ടത്തിൽ ഒരാൾ ഇസ്ലാമികമായി ജീവിക്കുമ്പോൾ നന്മകൾ ചെയ്യുന്ന സമയത്ത്, ആ നന്മ ചെയ്യുമ്പോൾ അവർക്ക് സ്വഹാബികളുടെ കൂട്ടത്തിലെ ഒരു 50 ആളുകൾ ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്നാണ്. അതേ നന്മ 50 ആളുകൾ ചെയ്ത, അല്ലെങ്കിൽ 50 തവണ ചെയ്ത പ്രതിഫലം സ്വഹാബികൾ. അപ്പോൾ സ്വഹാബത്തിന് തന്നെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം അവരെ അള്ളാഹ് പ്രത്യേകം തിരഞ്ഞെടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാനും റസൂലിൻ്റെ ദീൻ സംരക്ഷിക്കാനും റസൂലിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിനു വേണ്ടിയും അള്ളാഹ് ഒന്നാമതായി തിരഞ്ഞെടുത്ത ടീമാണ് സ്വഹാബത്ത്. ഇനി ഞങ്ങളത്ര പ്രതിഫലം പോയിട്ട് ഞങ്ങളുടെ 50 ഇരട്ടി പ്രതിഫലമോ അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് റസൂലെന്ന് വീണ്ടും അവർ ചോദിച്ചു. അപ്പോൾ പറഞ്ഞ്, ഇന്നക്കും ലതജിദൂന അഅ്വാനൻ അലൽ ഖൈർ എന്നാണ് നബി പറഞ്ഞത്. നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാൻ ഒരുപാട് ആളുകളുടെ കൂട്ടുണ്ട്. അവർക്ക് ഒരു നന്മ ചെയ്യണമെങ്കിൽ, ഒരു തിന്മയിൽ നിന്ന് മുക്തമായി നിൽക്കണമെങ്കിൽ ആരുടെയും കൂട്ടുണ്ടാവില്ല, ഒറ്റയാനായി നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ, അതേപോലെ തന്നെ ബാധ്യതകൾ നിറവേറ്റാൻ, ജീവിതത്തിൽ നമ്മൾ നിറവേറ്റേണ്ടുന്ന നിർബന്ധമായ ബാധ്യതകൾ, ആരും അതിനെ സഹായിച്ചില്ലെങ്കിലും ആരും അതിന് കൂട്ടില്ലെങ്കിലും എല്ലാവരും എതിരാണെങ്കിലും അത് നിർവഹിക്കുക എന്നത് ഏറ്റവും പുണ്യമാണ്. അതുപോലുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഇത്തരം ഘട്ടങ്ങളെ, സന്ദർഭങ്ങളെ കാണേണ്ടത്
എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു അലം.